ജോർജ്, ഞാൻ പറയുന്നത് കേക്ക്. മാക്കൂൺ ചീസും അതിന്റെ കൂടെ വേവിച്ച ഉരുളക്കിഴങ്ങും ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതൊക്കെ ആർക്ക് വേണം? നിന്റെ ഫ്രണ്ടിനെങ്കിലും കൊടുക്ക്. വേണ്ട, എനിക്ക് വേണ്ട. നല്ലതല്ല, ഒരിക്കലും വേണ്ടെന്ന് പറയല്ലേ പൊന്നു മോനെ. ഒരു കാര്യം അറിയാമോ, ഇന്നാണ് ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസം. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് നമ്മുടെ ആഹാരം രുചിയുള്ളതും വളരെ വ്യത്യസ്തവുമായിരിക്കും. അറിയോ? അയ്യേ, എന്തോന്നാ ഇത്? എക്സ്ക്യൂസ് മീ മാഡം, എന്നും ഇതല്ലല്ലോ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണം. ഇന്നെന്താ മാറിയിരിക്കുന്നത് മാഡം? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. മാനേജ്മെന്റ് പറയുന്നത് എനിക്ക് തരാൻ പറ്റൂ. ഇതാണ് നിങ്ങളുടെ സൈഡ് ഡിഷ്. അയ്യേ, കൊള്ളില്ല. ആഹാരമായതുകൊണ്ട് കളയുന്നത് പാപമാണ്. പക്ഷെ എങ്ങനെ കഴിക്കും? എന്താ പെട്ടെന്ന് നമുക്ക് ഈ ആഹാരം തന്നത്? ഇവരെന്താ സ്പെഷ്യൽ ആഹാരം എന്ന് പറഞ്ഞു തരുന്നത്? ഞാൻ കാണാത്ത ആഹാരമാണോ? പക്ഷെ നമുക്ക് ഇവിടെ ഈ ആഹാരം കഴിച്ചല്ലേ പറ്റൂ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അറ്റൻഷൻ പ്ലീസ്. ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പാളാണ് സംസാരിക്കുന്നത്. ഈ വർഷത്തെ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡന്റ് വീതം മത്സരത്തിനെത്താം. അങ്ങനെ വന്നാലേ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്താനാകൂ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സ്കൂളിൽ 3 വർഷങ്ങളായി ഞാൻ പഠിച്ചു വരികയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന എല്ലാതരം പ്രശ്നങ്ങളും ഞാൻ സ്കൂൾ മാനേജ്മെന്റിനെ അറിയിക്കുന്നതാണ്. വാവ്, ഇവൻ ജയിച്ചാൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ മാറുമായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആഹാര പ്രശ്നങ്ങളൊക്കെ ഇവൻ തീർക്കുമായിരിക്കും. അതെ, ഇത് ശരിക്കും നല്ലൊരു ഐഡിയ തന്നെയാണ് ജോർജ്. മറന്നു പോകരുത് ഫ്രണ്ട്സ്, വേറെ ആർക്കും വോട്ട് ചെയ്യണ്ട. വോട്ട് എനിക്ക് തരണം. ഞാൻ നോക്കൂ, നിങ്ങളോടൊരു പ്രധാനപ്പെട്ട അപേക്ഷയുണ്ട്. അയ്യോ, ഇവനൊക്കെ കൈ കൊടുക്കാൻ പോയ എന്നെ വേണം പറയാൻ. ഇനി ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ ഭംഗി. നമ്മുടെ ആഹാരത്തിന്റെ പ്രശ്നമൊക്കെ ജോൺ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരിക്കും? കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ അവൻ നമുക്കെല്ലാം കുക്കീസ് തന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഇലക്ഷന് ശേഷം ഒരു ചുക്കും തന്നില്ല. ഈ വർഷം അവ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് മാത്രമാണോ, നമ്മുടെ പ്ലേ ഗ്രൗണ്ട് എത്ര വൃത്തികേടായിട്ടാ കിടക്കുന്നത്. ഇത് പിന്നെ സഹിക്കാം. നമ്മുടെ ആഹാരത്തിന്റെ കാര്യമാണല്ലോ വലിയ പ്രശ്നം. അതിനെന്താ ഒരു പരിഹാരം? അങ്ങനെയാണെങ്കിൽ അവനെയല്ല നമ്മൾ ജയിപ്പിക്കേണ്ടത്. ആ സ്ഥാനത്ത് വേറൊരാളെയാണ് നമ്മൾ ജയിപ്പിക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്. നീ പറഞ്ഞു വരുന്നത് നമ്മുടെ ക്ലാസ് ഓഫീസർ ആവാൻ നിനക്ക് യോഗ്യതയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഞാനോ? നമ്മുടെ ജോർജോ? അവൻ പറഞ്ഞതാണ് ശരി. ഞാൻ വോട്ട് ചെയ്യാൻ നിനക്ക്. നീ വോട്ട് ചെയ്യുമെന്നോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. നമ്മുടെ സ്റ്റുവർട്ട് ക്ലാസ് ഓഫീസർ ഇലക്ഷന് നിൽക്കാൻ പോവാ. ഞാനോ? എന്നാ പിന്നെ ഞാൻ തന്നെ. ഈ വീട്ടിലെ സ്ഥിര താമസക്കാരനായിരുന്നിട്ടും എനിക്ക് ദിവസം ഒരേ ഐറ്റം തന്നെ തരുന്നത്. മാറ്റി മാറ്റി തരണമെന്ന് ഇവർക്ക് തോന്നുന്നേയില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങോട്ട് നോക്ക്. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് കഴിക്കാൻ തരാൻ വല്ലതും ഇരിപ്പുണ്ടോ? പങ്കുവയ്ക്കാൻ ഇവനും ഇതാ എത്തിക്കഴിഞ്ഞു. എനിക്ക് വേണ്ട, നീ തന്നെ തിന്നു തീർക്ക്. നോക്ക്, നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. നീ ഇവിടെ വന്ന് എന്റെ ആഹാരമെല്ലാം വിഴുങ്ങിക്കൊണ്ടു പോകുന്നില്ലേ? അമ്മ പറഞ്ഞു സ്നോബൽ ഇനിയും നിനക്ക് വേണമെങ്കിൽ തരാമെന്ന്. അത് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു വയ്ക്കാം. നീ വന്ന് കഴിച്ചാൽ മാത്രം മതി. അത് ഞാൻ ഏറ്റു. നീ വാങ്ങി വെച്ചാ മതി. ഞങ്ങൾ എത്തിയല്ലോ. ഞാൻ പോണേ. പോയിട്ട് വാ. ഹലോ മിസ്റ്റർ സ്നോബൽ. എനിക്ക് വിശക്കുമ്പോൾ അമ്മ എത്തുമെന്ന് എനിക്കറിയാം. ഇത് കണ്ടോ, പാത്രത്തിൽ ഒന്നും തന്നെ ഇല്ല. ഇത് മുഴുവൻ കഴിച്ചതാണോ? ഇങ്ങനെയും കഴിക്കൂ. കണ്ണു വയ്ക്കല്ലേ. നോക്കൂ സ്നോബൽ, നീ ഡയറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡയറ്റാ എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷിൽ ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് ഡയറ്റാണ്. നിങ്ങളൊക്കെ ആദ്യം അതൊന്ന് മനസ്സിലാക്കണം. 3 പേരും വന്നല്ലോ എന്റെ കുട്ടികൾ. ഹലോ അമ്മേ, ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കുക്കീസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ? പ്ലീസ്. അതെന്താ പെട്ടെന്ന് കുക്കീസിനോടൊരു പ്രേമം? ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ആന്റി. ഇത് ഇലക്ഷന് വേണ്ടിട്ടാ. സ്റ്റുവർട്ട് ക്ലാസ് ഓഫീസർ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ പോവാണ്. സ്റ്റുവർട്ട്, നിന്നെ ഓർക്കുമ്പോഴെനിക്ക് ഭയങ്കര അഭിമാനമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ കുക്കീസ് ഉണ്ടാക്കി തരും. ആരാ എന്നെ ഇപ്പൊ സഹായിക്കാൻ പോകുന്നത്? എന്താണ് പേടിപ്പിക്കുന്നത്? എന്നെ ഡയറ്റ് നോക്കാൻ പറയുന്നു. എനിക്ക് പറ്റില്ല സ്റ്റുവർട്ട്. നീ തന്നെ പറ സ്റ്റുവർട്ട്, ഞാൻ ഡയറ്റ് നോക്കണോ? എന്റെ വെയിറ്റ് കുറഞ്ഞു പോകും സ്റ്റുവർട്ട്. അമ്മേ, ഇനി വെയിറ്റ് അധികമായതുകൊണ്ട് അമ്മ പറഞ്ഞതാണോ? തല ചുറ്റുന്നത് പോലെയുണ്ട്. എനിക്കെന്തോ നീ ഡയറ്റ് നോക്കുന്നത് നല്ല കാര്യമാണെന്നാ തോന്നുന്നത്. മതി, നിർത്ത്. നല്ല സ്മെല്ല്.
കുക്കീസ് ആണോ? ആഹാ, അത് വേണ്ട. ഗുഡ് ഈവനിങ് ഡാർലിംഗ്. ഇന്ന് നിന്നെ കാണാൻ സുന്ദരിയായിരിക്കുന്നു. മതി സോപ്പിട്ടത്. പക്ഷേ ഇത് കഴിക്കണ്ട കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെ ഇലക്ഷന് വേണ്ടിയിട്ടാണച്ചാ. ഞാൻ ക്ലാസ് ഓഫീസർ പോസ്റ്റിൽ മത്സരിക്കുകയാണ്. ആഹാ, നല്ല കാര്യമല്ലേ. നിന്റെ വയസ്സിൽ ഞാൻ ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഇലക്ഷന് നിന്നിരുന്നു. എന്തു മത്സരമായിരുന്നു അത്. വാവ്, എന്നിട്ട് ജയിച്ചോ? അത് ഞാൻ സ്നോബലിന് ആഹാരം കൊടുത്തില്ല. വരണോ അച്ഛാ? അയ്യോ, അവൻ ഡയറ്റിലാണ്. എന്തോന്നാ? അവൻ ഇങ്ങനെ തടി വെച്ചാൽ മടിയനായി പോവും. ഡയറ്റ് നോക്കാൻ പോവേണോ? ഞാനും അവന്റെ കൂടെ ജോയിൻ ചെയ്തോളാം. ഞാൻ സ്നോബലിനെ പോലെ അപ്പൊ എന്തെങ്കിലും കഴിക്കില്ല ഡാർലിംഗ്. അതുകൊണ്ട് നീ അങ്ങനെയാണെങ്കിൽ ആ ഡയറ്റ് ഇപ്പൊ തന്നെ ആരംഭിക്കുന്നതായിരിക്കും നല്ലത്. ആ, ഇത്ര സ്ട്രിക്റ്റ് ആവാൻ പാടില്ല. ഇനി ഒട്ടും സമയമില്ല. നമുക്ക് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. നോക്കട്ടെ. എങ്ങനെയുണ്ട്? യെസ്. കുക്കീസ് എനിക്കല്ലേ? ശരി. കാല് പിടിച്ച് ചോദിക്കുകയാണ്. ഒരു പീസ് തരില്ലേ? അതിനെന്തിനാ എങ്ങനെ നോക്കുന്നത്? ഹയ്യ. അയ്യോ. അയ്യോ. നിങ്ങളിത് കണ്ടോ സ്റ്റുവർട്ട് ലിറ്റിൽ? നന്ദിയുണ്ട് സ്റ്റുവർട്ട്. താങ്ക് യു സ്റ്റുവർട്ട്. തീർച്ചയായും. എല്ലാവരും വന്ന് ഐസ്ക്രീം എടുത്തോളൂ ഫ്രണ്ട്സ്. ഹേ, ഐസ്ക്രീം, ഐസ്ക്രീം. അങ്ങോട്ട് പോ. ജോൺ, 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 ജോൺ. അതിനകത്ത് എന്താ? ഒന്നുമില്ല. എനിക്ക് തരില്ലേ? സോറി സ്നോബൽ, ഇത് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങളാ. സ്നോബൽ, എന്തിനാ എന്നെ വിളിക്കുന്നത്? ഡയറ്റിനോടൊപ്പം വ്യായാമവും ചെയ്താലേ വെയിറ്റ് കുറയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി ഈ റണ്ണിങ് മെഷീൻ വാങ്ങിയിട്ട് വന്നു. ഇങ്ങനെ മെഷീനുകൾ വാങ്ങിയിട്ട് വന്ന് എന്റെ ജീവൻ എടുക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അതിനിപ്പോ ഞാൻ എന്നെ വിട്ടേക്ക്. സ്നോബൽ, മര്യാദയ്ക്ക് വാ, നമുക്ക് പോയി വ്യായാമം ചെയ്യാം. വാ. ഞാൻ വരുന്നില്ല. ഓക്കെ സ്റ്റുവർട്ട്, നമ്മുടെ ജോലി ഓരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ കുക്കീസ് കൊടുക്കുന്നുണ്ടോ ഒന്നും ജോണിനെതിരെ ജയിക്കാൻ പോകുന്നില്ല. നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് എല്ലാരും വോട്ട് ചെയ്യണം. അതിന് നമ്മൾ പുതിയ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കുകയും വേണം. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുക്കീസ് കൊടുത്താൽ അവർ ഐസ്ക്രീം കൊടുത്ത് വോട്ട് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. കുക്കീസിനെക്കാളും നല്ലത് ഐസ്ക്രീം ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതെ, സ്റ്റുഡൻസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മറ്റെന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂ. യെസ്, അതിനുള്ള ഐഡിയ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്റ്റുവർട്ടിന് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് അത് ഉടനെ ചെയ്യണം. അതിനു മുമ്പ് എന്താ ചെയ്യാൻ പോകുന്നത് വ്യക്തമായിട്ട് പറ. നീ നാളെ കണ്ടോ. സ്റ്റുവർട്ട് ലിറ്റിലിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഹാര പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതാണ്. നമുക്ക് ഈ പഴകിയ ആഹാരങ്ങൾ ആവശ്യമില്ല. സാധാരണ കഴിക്കുന്നത് കിട്ടിയാൽ മതി. അതാണ് നമ്മുടെ മനസ്സിനും നല്ലത്, ആരോഗ്യത്തിനും നല്ലത്. അതിനുവേണ്ടി നമുക്ക് പോരാടാം. ഒരുപാട് ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകുന്ന സമ്മാനങ്ങളാണ്. ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യുക. എല്ലാരും ഓടി വരൂ. സ്റ്റുവർട്ട് എന്ത് ചെയ്യാൻ പോകുന്നു നമുക്ക് നോക്കാം. ഓ കുള്ളൻ സാധനത്തിന്. നന്നായിട്ട് വരയ്ക്കേ. ഇതിനു മുമ്പ് ഇങ്ങനൊരു ചിത്രം വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും ഇത് കണ്ടോ ഫ്രണ്ട്സ്? നമുക്ക് എന്താ ആവശ്യമാണെന്ന് മനസ്സിലായില്ലേ? ആക്ച്വലി ഇത് എന്റെ ഐഡിയ അല്ല, ഇതെല്ലാം ജോർജിന്റെ ഐഡിയയാണ്. നിങ്ങൾ സ്റ്റുവർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതിൽ സൈൻ ചെയ്യണം. നമ്മുടെ സ്കൂളിന്റെ ഈ അവസ്ഥയെ നമ്മൾ മാറ്റിയെടുക്കും. പെട്ടെന്നാവട്ടെ. ഓ, താങ്ക് യു. താങ്ക് യു, വെരി വെരി താങ്ക്സ്. അങ്ങനെ എല്ലാവരും വന്ന് നൊപ്പട്ടെ. പതുക്കെ വന്നാ മതി, ധൃതി വെക്കണ്ട. ഇവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ? നമുക്കും ഇതിന്റെ ആവശ്യമില്ല ജോർജ്. വാ പോകാം. ധൃതി വെക്കല്ലേ, ഇനി ഒരു ജോലി കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഈ ജോലി കുറച്ച് കടുപ്പം തന്നെയാണ് ജോർജ്. എനിക്കങ്ങനല്ല, എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുകയാണോ? എന്നാൽ നമുക്കൊന്ന് കാണാം. സ്മാർട്ട് ആകും സ്നോബൽ. ഡയറ്റിനോടൊപ്പം വ്യായാമം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. എല്ലാം അങ്ങനെയൊക്കെ പറയാം. എനിക്കിതൊന്നും വലിയ പരിചയമില്ല. എലിയുടെ പിറകെ ഓടിയാണ് എനിക്ക് പരിചയം. ഇനി കുറച്ചു നേരം കൂടി സ്നോബൽ. 1 മണിക്കൂറായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്? ഇനി തല കീഴായിട്ടും വ്യായാമം ചെയ്തേ പറ്റൂ.
നമ്മള് കാര്യമായിട്ട് അധ്വാനിച്ച പെട്ടെന്ന് ഉറക്കം വരും. ഇന്ന് നമ്മൾ പ്ലേ ഗ്രൗണ്ട് വൃത്തിയാക്കിയതുകൊണ്ട് നാളെ നമുക്ക് നല്ല പേര് കിട്ടുമായിരിക്കും, അല്ലേ സ്റ്റുവർട്ട്? എനിക്കെന്തോ ഈ പദവിക്ക് നീയാണ് അർഹനെന്ന് തോന്നുന്നു. കാരണം എല്ലാ ഐഡിയയും നീ തന്നെയല്ലേ പറയുന്നത്. ഓ, എനിക്കാരും വോട്ട് ചെയ്യാനാ? എന്താ അങ്ങനെ ചോദിച്ചത്? സത്യമായിട്ട് എന്റെ വോട്ട് നിനക്കാണ്. അത് ശരിയാ, പക്ഷെ നീ മാത്രം വോട്ട് ചെയ്താ പോരല്ലോ. മിണ്ടാതെ ഉറങ്ങ്. ശരി, ഗുഡ് നൈറ്റ് ജോർജ്. എന്താ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? അമ്മ വന്നു. വിശന്നു വയറ് കരിയുന്നു. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അമ്മ, വയറിനകത്ത് എന്തൊക്കെയോ ശബ്ദം. വയർ വിശന്നിട്ട് വയ്യ എനിക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മ? എടാ അളിയാ, നീ ആഹാരമൊക്കെ കഴിച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണല്ലേ? എനിക്കെന്തെങ്കിലും ഉണ്ടാടേ? നിനക്കൊരു കാര്യം അറിയാമോ? അന്ന് നീ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയില്ലേ, അന്ന് തൊട്ട് ഡയറ്റിലാണ് ഞാൻ. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും തരുന്നില്ല. ഓ, നീയല്ലേ എന്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞേ? അതൊക്കെ ശരി തന്നെ. ഇത് നോക്ക്, നീ അവരോട് പോയി എല്ലാം നീയാണ് കഴിച്ചതെന്ന് പറഞ്ഞാലും അവര് വിശ്വസിക്കുകയില്ല. എനിക്ക് ഡയറ്റ് തന്നെ. ഞാൻ എന്തോ വലിയ തെറ്റാ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അളിയൻ വിഷമിക്കാതെ എന്റെ അളിയാ. എന്റെ അളിയന് ഞാനൊന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ആഹാരം വാങ്ങിച്ചു തരും. അളിയന് ഇഷ്ടമാണല്ലോ. എന്നോട് അങ്ങനെ ചോദിക്കാമോ മാർട്ടിൻ? ഇത് നോക്ക്, ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണിത്. എന്റെ അളിയൻ തട്ടിക്കോളിയാ. ഓ, നീ എന്തോന്നാണ് ഈ പറയുന്നത് മാർട്ടിൻ? ഞാൻ ഈ കുപ്പത്തൊട്ടിയിൽ നിന്ന് ആഹാരം കഴിക്കണോ? വയറ് വല്ലാതെ വിളി തുടങ്ങി. ശരി, വരാം. അല്ലാതെ എന്ത് ചെയ്യാൻ? ഇതെന്തൊരു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപോ? പേപ്പർ മാത്രം വന്നോണ്ടിരിക്കുന്നളിയാ. പേപ്പർ വരാതെ പിന്നെ നൂഡിൽസ് വരുമോ മാർട്ടിൻ? ഫുൾ മീൽസ് കഴിച്ചോണ്ടിരുന്ന ഹാഫ് മീൽസ് ആക്കി കഴിഞ്ഞല്ലോ. വീട്ടിൽ കഴിച്ചോണ്ടിരുന്ന എനിക്ക് കുപ്പത്തൊട്ടി ശരണം. കിട്ടിയളിയാ, കിട്ടി. ഓ, എന്താ ഇത്? ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ടല്ലോ. നാറ്റൊന്നുമില്ല. ഇതൊരു 10 ദിവസത്തെ പഴക്കമേ കാണൂ. അതൊന്നും കാര്യമാക്കണ്ട. ഇതെല്ലാം കഴിക്കാൻ എനിക്ക് ശരിക്കും പേടിയാണ്. വൃത്തികെട്ട ആഹാരം ഞാൻ കഴിക്കാറില്ല, അറിയാമോ നിനക്ക്? മിണ്ടാതെ വെട്ടളിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാനും കഴിക്കാം. അയ്യോ, ഇത്രയും കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് മാറുന്നേ ഇല്ലല്ലോ. ഇനി ഷുഗറോ മറ്റോ ഉണ്ടോ? ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ നിന്ന് വലിഞ്ഞു കളയാളിയാ. സ്റ്റുവർട്ട് ലിറ്റിലിനെ കൊണ്ട് ഈ ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അവൻ അറിയില്ലല്ലോ. ഒരു ചെറിയ കാൻഡിഡേറ്റിന് പോലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണിത്. ഒരു സൂപ്പർ പ്ലേ ഗ്രൗണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആരും ഞെട്ടരുത്. അയ്യോ, ഞങ്ങൾ ഇന്നലെ ക്ലീൻ ചെയ്തതാണല്ലോ ഇത്. ഇതിന്റെ പേരാണ് സൂപ്പർ ഗ്രൗണ്ട് എന്ന്. അയ്യേ, വാ വാ, നമുക്ക് പോവാം. നിങ്ങൾ ഇത് കഴിക്കുന്നതോടൊപ്പം ഇത് ആരാണ് തന്നതെന്ന് കൂടെ ഓർമ്മിക്കുക. ജോൺ തന്നത്. തീർച്ചയായിട്ടും ഞാൻ തന്നെ ഈ ഇലക്ഷനിൽ ജയിക്കും. എന്തായാലും കഷ്ടമായി പോയി, അല്ലേ സ്റ്റുവർട്ട്? നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തതാണ്. ഇതെല്ലാം ആരുടെ പണിയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ജോർജ്. അതറിയില്ല. നമ്മൾ ജയിക്കാതിരിക്കാൻ വേണ്ടി നമ്മളോട് ശത്രുതയുള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെ മനസ്സും വേദനിപ്പിക്കേണ്ടി വന്നതിൽ സത്യത്തിൽ വിഷമമുണ്ട്. എന്തൊക്കെയായാലും ശരി, എനിക്ക് 2 വോട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ആരുടെയാണെന്നറിയോ? നിങ്ങളുടേത്. അത് വെറുതെ. നീ ആവശ്യമില്ലാതെ വിഷമിക്കണ്ട സ്റ്റുവർട്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത്. സ്റ്റുവർട്ട് ലിറ്റിലിന്റെ അടുത്ത് നിന്ന് എനിക്കിപ്പോൾ ഒരു നിവേദനം കിട്ടി. ഇതിനു മുൻപ് ക്യാൻറ്റീനിൽ നിന്ന് ലഭിച്ചിരുന്ന ആഹാരം തന്നെ തുടർന്നും നിങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേട്ടില്ലേ? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? നമ്മള് പ്രിൻസിപ്പാളിന് പെറ്റീഷൻ കൊടുത്തായിരുന്നോ? അതെ, കൊടുത്തിരുന്നു. ഇന്ന് കാലത്ത് തന്നെ ഞാൻ കൊടുത്തിരുന്നു. നീ തന്നെയാണ് ജയിക്കേണ്ടത് സ്റ്റുവർട്ട്. എനിക്ക് അതിനുള്ള യാതൊരു യോഗ്യതയും ഇല്ല. സ്റ്റുഡൻസ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി ആ കാൻഡിഡേറ്റ് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നത് എന്ന് വിശദമാക്കണം. ആദ്യം കഴിഞ്ഞ വർഷത്തെ വിജയിയായ മിസ്റ്റർ ജോൺ തന്നെ പറയട്ടെ. ഗുഡ് ലക്ക് ജോൺ. ഹലോ,
എനിക്കിപ്പോൾ സന്തോഷമേ ഇല്ല. നിങ്ങളാരും എനിക്ക് വോട്ട് ചെയ്യാൻ നന്നായിട്ടറിയാം. ഞാൻ ക്ലാസ് ഓഫീസർ ആകണമെന്ന് തീരുമാനിച്ചതിന്റെ പ്രധാന കാര്യം ജിമ്മിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനാണ്. പക്ഷെ സ്റ്റുവർട്ട് ലിറ്റിൽ അങ്ങനെയുള്ളവനല്ല. അവൻ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തീർത്ത് പ്ലേ ഗ്രൗണ്ട് ശുദ്ധമാക്കി. എന്നാൽ ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്പോൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫ്രാൻസ് സ്റ്റുവർട്ട് ലിറ്റിലാണ് ക്ലാസ് ഓഫീസർ ആയിരിക്കാൻ യോഗ്യനായ ആൾ. താങ്ക്സ് ജോൺ. സ്റ്റുഡൻസ്, ക്ലാസ്മേറ്റ്സ് ആൻഡ് ഫ്രണ്ട്സ്, എന്റെ പേര് സ്റ്റുവർട്ട് ലിറ്റിൽ. ഞാൻ ശരിക്കും നിങ്ങൾ എനിക്കല്ല വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. എന്ത് പറ്റിയോ? ഞാനിത് പറയാൻ കാരണം നമ്മൾ എല്ലാവരും ചേർന്ന് എന്റെ ബ്രദർ ജോർജിനാണ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. എന്തോന്ന് ജോർജിനോ? ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും, അതായത് പ്ലേ ഗ്രൗണ്ട് ക്ലീൻ ചെയ്തത്, ആഹാരക്രമത്തിൽ മാറ്റം വരുത്തിയത്, എല്ലാ ഐഡിയയും ജോർജിന്റേതായിരുന്നു. അതുകൊണ്ട് ക്രെഡിറ്റ് മുഴുവൻ ജോർജിനുള്ളതാണ്. അവനാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്. അപ്പൊ ജോർജിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ലാസ് ഓഫീസർ പോസ്റ്റ് എനിക്കല്ല, ജോർജിനാണ് നൽകേണ്ടത്. അതിന് യോഗ്യനായ ഒരേ ഒരാൾ നമ്മുടെ ജോർജാണ്. ജോർജ് വിജയിക്കട്ടെ. അഭിനന്ദനങ്ങൾ ജോർജ്, അഭിനന്ദനങ്ങൾ. ക്ലാസ് ഓഫീസറായ എന്റെ ആദ്യത്തെ അഭിനന്ദനം എന്റെ പ്രിയ സഹോദരൻ സ്റ്റുവർട്ട് ലിറ്റിലിനുള്ളതാണ്. ഐഡിയാസ് ഒക്കെ എന്റേതാണെങ്കിലും അത് നടപ്പിലാക്കിയത് നീ തന്നെയാണ്. താങ്ക് യു സ്റ്റുവർട്ട്. അതൊന്നും വലിയ പ്രശ്നമല്ല ജോർജ്. ഒഴിക്കൂ ബഹുമാനപ്പെട്ട ക്ലാസ് ഓഫീസർ മിസ്റ്റർ ജോർജ്. ഓ, ഇങ്ങനെ കിടക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ എനിക്ക്. എങ്ങനെ ഉണ്ടളിയാ? വാടാ മാർട്ടിൻ, ഇപ്പൊ എനിക്ക് മീൻ കണ്ടാലേ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം നീ തന്നെ കഴിച്ചോ. ഇതിനൊക്കെ നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഇന്ന് രാവിലെ സൂവിനകത്ത് ഞാനൊരു സാൻഡ്വിച്ച് കണ്ടു. ഓ, എവന്റെ കാര്യം കൊണ്ട് തോറ്റല്ലോ. ഛർദിക്കാൻ വരുന്നു. നമ്മളിനി ഒരാൾക്ക് കൂടി അഭിനന്ദനം പറയേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അച്ഛനാണ്. എന്താണെന്ന് അദ്ദേഹം പറയും. ഞാനിത് 5 കിലോ വെയിറ്റ് കുറച്ചിരിക്കുന്നു. എന്താ സ്നോബൽ, നീ തന്നെ പറ. ഓ സ്നോബൽ, ഓ കണ്ടു, കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. പുറത്തു പോയത് സ്നോബലിന്റെ ആഹാരമാണ്. സ്നോബൽ, ഇപ്പൊ മനസ്സിലായി നിന്റെ ആഹാരമൊക്കെ കഴിക്കുന്നത് ആരാണെന്ന്. കഴിച്ചിട്ട് പോയി. അവന്റെ ഫ്രണ്ടിന് അവൻ ആഹാരം ഷെയർ ചെയ്യാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി മുതൽ അവന് ഡയറ്റിന്റെ ആവശ്യമില്ല. 3 നേരവും നന്നായിട്ട് ആഹാരം കഴിച്ച് നല്ല തടി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അവന്റെ ആഹാരം അവന്റെ ഫ്രണ്ടാ കഴിക്കുന്നത്. ആഹാരത്തെ പറ്റി പറഞ്ഞപ്പോഴാ എനിക്ക് വിശക്കുന്നു. ഇന്ന് ഡിന്നറിന് എന്താണമ്മേ? ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. ഒരുപാട് സന്തോഷപ്പെടേണ്ട നിങ്ങള്. എനിക്ക് ഇന്നലെ മുതൽ ബിരിയാണി എന്ന് കേട്ടാൽ വയറിനകത്ത് എന്തോ ഒരു വെപ്രാളം പോലെ. സത്യത്തിൽ ഞാൻ ക്ലാസ് ഓഫീസർ ആയപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അതിനേക്കാളും എനിക്ക് സന്തോഷം തോന്നിയത് ജോർജ് ക്ലാസ് ഓഫീസർ ആയപ്പോഴാണ്. അവൻ തന്നെയാണ് ആ പോസ്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ളത്. മാത്രമല്ല, അവൻ ക്ലാസ് ഓഫീസർ ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇത്രയും കുക്കീസ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ?